ഹലോ ഹലോ. മോളെ, എന്തോയി എന്താണ് കാക്കുയി? അനക്ക് എന്താ പറ്റിയത്? എനിക്കാ? ആന്നേ, എനിക്കൊന്നും പറ്റിയില്ല. ഒരു ഉഷാറില്ലേ? എന്നാ പറ്റിയേ? എനിക്ക് ഭയങ്കര മൂഡ് ഓഫാ. അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അല്ലടോ, ആ ഇന്ന് ശരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാന്ന് എന്തേ? മറന്നുപോയതാ? മറന്നു പോയതൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ കുട്ടിയൊന്നല്ല. എൻ്റെ പൊന്നു മോളെ, ഉം. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, അറിയാൻ വേണ്ടിയിട്ട്. എന്നെ തിന്നുമല്ലോ നീ ഇപ്പോൾ. അത് നിങ്ങളില്ലാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ ആർക്കും ദേഷ്യം പിടിക്കത്തില്ലേ? ഓ, ഇല്ലാത്ത കാര്യം പറഞ്ഞല്ലേ, ഇന്ന് മറന്നു പോയോന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അവേ അതിന് ഇങ്ങനെ ദേഷ്യപ്പെടണം എൻ്റെ അടുത്ത്? ഹലോ. ഓയ്, എന്നെ കറങ്ങാൻ കൊള്ളാൻ ഇവിടെ ആരുമില്ല. ഞാൻ വിചാരിച്ച് കരയാൻ പോവാ. അല്ല, എൻ്റെ സംസാരം കേട്ടപ്പേ ഞാൻ വിചാരിച്ച് ഈ കരയാൻ പോവായിരിക്കും. ഞാൻ കരയണില്ല. എനിക്ക് എവിടെ പോകേണ്ടത് അത് പറയാത്തെ? എനിക്ക് എല്ലായിടത്തും പോകണം. എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ച് ശരിയാവുക? എനിക്ക് പോകേണ്ട 2 സ്ഥലം പറയും. 2 സ്ഥലമൊന്നുമില്ല, എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകണം. അല്ലെങ്കിൽ പോട്ടെ, ഒരു സ്ഥലം പറയും, ഒറ്റ സ്ഥലം കേൾക്കട്ടെ. എനിക്ക് എല്ലായിടത്തും പോകണം. ഏതെങ്കിലും ഒരു സ്ഥലം പറയടൂ. നമുക്ക് കുളുമണാലി പോവാം. ഓ, ഞാൻ കരുതി ആ, എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയുമായിരിക്കും. എനിക്ക് കുളുമണാലി പോയാൽ മതി. അപ്പം എന്നെക്കാട്ടി വലുതാണല്ലേ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമല്ലോ. എനക്ക് സങ്കടമൊന്നുമില്ല, ചെയ്യ എവിടെയാണെങ്കിലും പൊക്കോ. ഞാനെന്തിനാ എനക്ക്? ഹലോ. ഓയ്, നമ്മ രണ്ടാളും ഒരുമിച്ചിട്ടല്ലേ പോവാ? ഒരുമിച്ചിട്ടാ പോവുക, നമ്മൾ ഒരുമിച്ചല്ലോ. പിന്നെന്താ ഇനി പിന്നെ പോയാൽ വേണ്ടാന്ന് മതി. പറഞ്ഞേ? അല്ല, എനക്ക് എൻ്റെ അടുത്ത് വരുന്നതിനെക്കാട്ടി താല്പര്യം അവിടെ പോകാനാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ഉള്ളിൽ എവിടെ ഒരു കടുക് മണി പോലെ ഒരു ചെറിയൊരു സങ്കടം പോലെ തോന്നി മനസ്സിൽ. പൊട്ടമ്മ രണ്ടാളും ഒരുമിച്ചിട്ടല്ലേ പോണേ, പിന്നെ എന്തിനാ? എനക്കെന്താ, എൻ്റെ കൂടെ വരാൻ എനിക്ക് എന്നും സന്തോഷമല്ലേ. പണ്ട് തൊട്ട് നമ്മളെങ്ങനെയല്ലേ? ആണോ? അങ്ങനെയല്ലേ? എന്തെന്നാടോ എനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയൊക്കെ ഉണ്ട് ട്ടാ. അതുണ്ടായിരുന്നാ മതി. എനിക്ക് ഭയങ്കര മൂടോഫാ. അത് സാരമില്ല, അത് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ ശരിയാവും. ഈ എന്താണ് ഒരുമാതിരിയൊക്കെ? ഒരു ഉഷാറില്ലല്ലേ എനിക്ക്? ഇന്ന് വഴക്കുണ്ടാക്കാത്തോണ്ടാ ഉഷാറില്ലാത്ത. എന്തൊരു മിസ്റ്റേക്ക് പോലെ. അതെനക്ക് ഉള്ളതാടോ. അതൊന്നല്ല, എനിക്ക് എന്തോ ഒരു പറയാ സുഖല്ല. സുഖല്ലേ? ഇല്ല പോയി. ഒന്ന് ഉറങ്ങി നോക്കാന്ത്? സാധാരണ ഉറക്കം എണീക്കുമ്പോഴല്ലോ. എന്താ പറയണോ, ഒന്നും അറിയാൻ പറ്റണില്ല. കഷ്ടായിപ്പോയി. എൻ്റെ യാത്ര പ്ലാനിങ് ഒക്കെ എവിടം വരെ അത് പറയും. ഞാൻ യാത്ര ഒന്നും പോണില്ല, നിങ്ങൾ വന്നിട്ട് എവിടേക്കെങ്കിലും പോകത്തോളൂ. എല്ലേ പറഞ്ഞ എവിടെയും പോകുന്നുണ്ടോന്ന്? ഞാൻ എവിടെ പോകാൻ നിങ്ങളില്ലാണ്ട്? എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി നോക്കേണ്ട ആവശ്യം. ഞങ്ങളുടെ അടുത്ത് കേട്ടെ. എൻ്റെ അടുത്തേക്കാണെങ്കിൽ എൻ്റെ ഒന്നുമോള് വന്നു, എനിക്ക് സന്തോഷം. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കും, അതുകൊണ്ട് ഈ ധൈര്യമായിട്ട് പോകുന്നു കേട്ടോ. കേട്ടു. എനക്കറിയാം ഈ ഒറ്റക്ക് വരൂല്ലാന്ന്. എനക്ക് ഒറ്റക്ക് വരാൻ പേടിയാ. അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യം വിളിച്ചു പോയി വരുമായിരുന്നു, അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വരൂല്ലാന്ന്. വാശി പിടിപ്പിക്കണ്ട, വാശി പിടിപ്പിച്ച എന്തെല്ലാം എത്തും. വാശി പിടിപ്പിച്ചാലും കാര്യമില്ലല്ലോ. കൂടെ ആളില്ലാണ്ട് എൻ്റെ പൊന്നാരം മോള് വരുമോ അങ്ങോട്ട്? ഞാൻ വരും. വരുമോ? ഞാൻ വരും, ഉറപ്പായിട്ടും. എനിക്ക് ആരും പേടിയില്ല. ആരെ അല്ലേലും പേടിയില്ല. അല്ലേ, ഒന്നുമില്ല മോളെ, ചോദിച്ചെന്ന്. അല്ലാണ്ടാവല്ലേ? അല്ലാണ്ടൊന്നും ആവില്ല, ഇല്ലാണ്ടാവും അല്ലാണ്ടായ. അതുകൊണ്ട് അതിനൊക്കെയല്ലേ. അല്ല മോളെ, ഇന്ന് രാവിലെ ഭയങ്കര ഹാപ്പി മൂഡായിരുന്നല്ലോ. ഇപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ മൂഡ് ഓഫ് ആയി. ഹാപ്പി മൂഡിലിരുന്നപ്പോ ഞാൻ പറഞ്ഞത് വേണ്ട വേണ്ടാന്ന്. ഒരുപാട് സന്തോഷം തന്നാലേ അതിന്റെ ഒപ്പം പഠിച്ചവന് കുറച്ച് സങ്കടവും ബാക്കി തരും. അത് തരുമല്ലോ, എൻ്റെ കയ്യിലിരിക്കും. അതെന്തിനാ സങ്കടം, നമുക്ക് ഇങ്ങനെ അറിയണ്ടേ? അതും അറിയുന്നില്ല. അത് ഞാൻ പറഞ്ഞു തരട്ടെ? പറയും. അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ
ആരും ഇല്ല, മറ്റേത് അപ്പുറം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ആയിട്ട് ഇന്ന് കളിച്ചിരുന്നേന്. ഇതിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്താളാ, ഒന്ന് കറങ്ങിയിട്ട് പോവാ കേട്ടോ. ആരും അറിയണ്ട, നമ്മൾ ഉണ്ടാളെ അറിയാവൂ. ഞാൻ കറങ്ങാൻ പോട്ടെ? ധൈര്യമായിട്ട് പോയിക്കോട്ടോ, എൻ്റെ ഉറപ്പുണ്ട്. പോരെ.